ഇന്ന് നമ്മൾ നോക്കുന്നത് എഡ്വാർഡ് വെറാൾ ലൂക്കാസിൻ്റെ ദ സ്കൂൾ ഫോർ സിംപതി എന്ന സ്റ്റോറിയാണ്. എഡ്വാർഡ് വെറാൾ ലൂക്കാസ് അഥവാ ഇ.വി. ലൂക്കാസിൻ്റെ ദ സ്കൂൾ ഫോർ സിംപതി എന്ന കഥ തോട്ട്ഫുൾനെസ് അഥവാ ചിന്താശക്തി, അപ്രീസിയേഷൻ അഥവാ അഭിനന്ദനം, ഇക്വാലിറ്റി അഥവാ സമത്വം, സിംപതി അഥവാ സഹതാപം, ഹ്യൂമാനിറ്റി അഥവാ മാനവികത എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ഒന്നാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇ.വി. ലൂക്കാസ് ഇവിടെ പറയുന്നു. വിദ്യാഭ്യാസം എന്നാൽ പാഠപുസ്തകപരമായ അറിവ് മാത്രമല്ല, അത് ഭൂമിയിലുള്ള സകലത്തിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. I had heard a lot about Miss Beam's school, but I did not get the chance to visit it till last week. മിസ് ബീമിൻ്റെ സ്കൂളിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു, പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് അത് സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. When I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage, being led carefully between the flower beds by a little boy of 8. She stopped and asked who it was that had come in, and he seemed to be describing me to her. Then they passed on. Miss Beam was all that I had expected, middle-aged, authoritative, kind and understanding. Her hair was beginning to turn grey, and her round figure was likely to be comforting to a homesick child. ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ഏകദേശം 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടു. അവളുടെ കണ്ണുകൾ ബാൻഡേജ് കൊണ്ട് മൂടിയിരുന്നു. 8 വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടി പൂക്കളുടെ ഇടയിലൂടെ അവളെ മുന്നോട്ട് നയിക്കുകയാണ്. അവൾ നിന്നുകൊണ്ട് അത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെക്കുറിച്ച് അവളോട് വിവരിക്കുന്നതായി എനിക്ക് തോന്നി. പിന്നീട് അവർ കടന്നുപോയി. മിസ് ബീം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മധ്യവയസ്കയും തികച്ചും ആധികാരികതയും ദയ്യമുള്ളവരും ആരെയും മനസ്സിലാക്കുന്നവരുമായിരുന്നു. അവരുടെ മുടി നരയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ വൃത്താകൃതിയിലുള്ള മുഖം ഒരു ഗൃഹാതുരനായ കുട്ടിക്ക് ആശ്വാസമുളവാക്കുന്നതായിരുന്നു. മിസ് ബീമിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ വരികളിൽ പറയുന്നത്. We chatted for a little while, and then I asked her some questions about her teaching methods, which I had heard were simple. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് അവരുടെ അധ്യാപന രീതികളെക്കുറിച്ച് ഞാൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ സിമ്പിളായ ടീച്ചിങ് മെത്തേഡ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മിസ് ബീം സ്മൈൽഡ്. Yes, she said. I am coming to that. The real aim of this school is not to teach thought, but thoughtfulness, humanity, kindness and citizenship. മിസ് ബീം പുഞ്ചിരിച്ചു. അതെ, അവൾ പറഞ്ഞു, ഞാൻ അതിലേക്ക് വരികയാണ്. ഈ വിദ്യാലയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ചിന്തയല്ല, മറിച്ച് ചിന്താശേഷി, മാനവികത, ദയ, പൗരത്വം എന്നിവയാണ്. That is the ideal I have always had, and happily there are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? അതാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ആദർശം. സന്തോഷത്തോടെ ശ്രമിക്കാനും പ്രായോഗികമാക്കാനും എന്നെ വിശ്വസിക്കാൻ മതിയായ നല്ല മാതാപിതാക്കളുണ്ട്. ഒരു നിമിഷം ജനലിലൂടെ നോക്കൂ എന്ന് മിസ് ബീം പറയുന്നു. I went to the window which looked out on a large garden and playground at the back. What do you see? Miss Beam asked. ഞാൻ ജനാലിൻ്റെ അടുത്തേക്ക് പോയി. ജനാലയിലൂടെ പുറത്തുള്ള ഒരു വലിയ പൂന്തോട്ടവും അതിൻ്റെ പുറകിലെ കളിസ്ഥലവും നോക്കി. നിങ്ങൾ എന്താണ് കാണുന്നത്? മിസ് ബീം ചോദിച്ചു. I see some very beautiful grounds, I said, and a lot of jolly children. But what surprises me and pains me too is that they are not all healthy and active. As I came in, I saw one poor little thing being led about because of some trouble with her eyes. And now I can see 2 more in the same condition, while there is a girl with a crutch just under the window watching the others at play. She seems to be a hopeless cripple. ഞാൻ വളരെ മനോഹരമായ ചില മൈതാനങ്ങളും ഒരുപാട് തമാശകൾ നിറഞ്ഞ കുട്ടികളെയും കാണുന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നതും എന്നെ വേദനിപ്പിക്കുന്നതും അവരെല്ലാവരും ആരോഗ്യകരവും സജീവവുമല്ല എന്നതാണ്. ഞാൻ അകത്തേക്ക് വന്നപ്പോൾ അവളുടെ കണ്ണുകൾക്ക് എന്തോ കുഴപ്പം കാരണം ഒരു പാവം അവളെ നയിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ എനിക്ക് ഒരേ അവസ്ഥയിൽ 2 പേരെ കാണാൻ കഴിയും. അതേസമയം ജനാലയ്ക്കടിയിൽ ഊന്നുവടിയുമായി ഒരു പെൺകുട്ടി മറ്റുള്ളവർ കളിക്കുന്നത് കാണുന്നു.
അവൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത മുടന്തയാണെന്ന് തോന്നുന്നു. മിസ് ബീം ലാഫ്ഡ്. ഓ നോ, ഷി സെഡ്. ഷീസ് നോട്ട് ലെയിം റിയലി. ദിസ് ഈസ് ഓൺലി ഹെർ ലെയിം ഡേ. Nor are those others blind. It is only their blind day. I must have looked very much astonished, for she laughed again. മിസ് ബീം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അവൾ ശരിക്കും മുടന്തയല്ല. ഇത് അവളുടെ മുടന്തൻ ദിവസം മാത്രമാണ്. മറ്റുള്ളവർ അന്ധരല്ല, അത് അവരുടെ അന്ധമായ ദിവസം മാത്രമാണ്. ഞാൻ വളരെ ആശ്ചര്യപ്പെട്ട് കാരണം അവൾ വീണ്ടും ചിരിച്ചു. There you have an essential part of our system in a nutshell in order to get these young minds to appreciate and understand misfortune. We make them participants in misfortune too. In the course of the week, every child has one blind day, one lame day, one deaf day and one dumb day. ചുരുക്കത്തിൽ ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗം നിങ്ങൾക്കുണ്ട്. ഈ യുവ മനസ്സുകളെ നിർഭാഗ്യത്തെ വിലമതിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ നിർഭാഗ്യത്തിലും പങ്കാളികളാക്കുന്നു. ഇവിടെ ആഴ്ചയിൽ ഓരോ കുട്ടിക്കും ഒരു അന്ധദിനം, ഒരു മുടന്തൻ ദിവസം, ഒരു ബധിരദിനം, ഒരു മൂകദിനം എന്നിവയുണ്ട്. During the blind day, their eyes are bandaged, and it is a point of honor not to peep. The bandage is put on overnight, they wake up blind. This means that they need assistance to everything, and other children are told to help them and lead them about. It is educative for both of them, the blind and the helpers. അന്ധമായ ദിവസത്തിൽ അവരുടെ കണ്ണുകൾ കെട്ടുന്നു. കെട്ടിനുള്ളിലൂടെ എത്തി നോക്കാത്തത് ഒരു ബഹുമതിയാണ്. രാത്രിയിൽ തന്നെ കണ്ണുകൾ കെട്ടും. അവർ അന്ധരായാണ് ഉണരുന്നത്. അതായത് ഇതിനർത്ഥം അവർക്ക് എല്ലാ കാര്യങ്ങളിലും സഹായം ആവശ്യമാണെന്നും മറ്റു കുട്ടികളെ അവരെ സഹായിക്കാനും അവരെ നയിക്കാനും പറയുകയും ചെയ്യുന്നു എന്നാണ്. ഇത് ഇരുവർക്കും വിദ്യാഭ്യാസപരമാണ്, അതായത് അന്ധരും സഹായികളും. Everyone is very kind, Miss Beam continued, and it is really something of a joke, although, of course, before the day is over, the reality of the disability becomes clear even to the least thoughtful. The blind day is, of course, really the worst, but some of the children tell me that the dumb day is the most frightening. Then, of course, the child must use their willpower simply because the mouth is not bandaged. But come down into the garden and see for yourself how the children like it. എല്ലാവരും വളരെ ദയയുള്ളവരാണ്, മിസ് ബീം തുടർന്നു. തീർച്ചയായും ദിവസം കഴിയുന്നതിന് മുമ്പ് വൈകല്യത്തിൻ്റെ യാഥാർത്ഥ്യം കുറഞ്ഞത് ചിന്തിക്കുന്നവർക്ക് പോലും വ്യക്തമാകും. അന്ധമായ ദിവസം തീർച്ചയായും ഏറ്റവും മോശമാണ്. പക്ഷേ ചില കുട്ടികൾ എന്നോട് പറയുന്നു മൂകദിനമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നതെന്ന്. കാരണം അവിടെ അവരുടെ വായ കെട്ടാത്തതിനാൽ തീർച്ചയായും കുട്ടി അവരുടെ ഇച്ഛാശക്തി ഉപയോഗിക്കണം. എന്നാൽ താങ്കൾ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുക. കുട്ടികൾ ഇതെങ്ങനെ ഇഷ്ടപ്പെടുന്നുവെന്ന് സ്വയം കാണുക. മിസ് ബീം ലെഡ് മീ ടു വൺ ഓഫ് ദ ബാൻഡേജ്ഡ് ഗേൾസ്, എ ലിറ്റിൽ മെറി തിങ്. ഹിയർ ഇസ് എ ജെന്റിൽമാൻ കം ടു ടോക്ക് ടു യു, സെഡ് മിസ് ബീം ആൻഡ് ലെഫ്റ്റ് അസ്. മിസ് ബീം എന്നെ ബന്ധിച്ച പെൺകുട്ടികളിൽ ഒന്നിലേക്ക് നയിച്ചു. ഒരു ചെറിയ സന്തോഷകരമായ കാര്യം, ഇതാ ഒരു മാന്യൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്, അതും പറഞ്ഞുകൊണ്ട് മിസ് ബീം അവിടെ നിന്ന് പോയി. Don't you ever peep? I asked by way of an opening. Oh no, she exclaimed. That would be cheating. But I had no idea it was so awful to be blind. You can't see a thing. One feels one is going to be hit by something every moment. Sitting down is such a relief. നിങ്ങൾ ഒരിക്കലും എത്തി നോക്കാറില്ലേ? ഒരു തുടക്കമെന്നോണം ഞാൻ ചോദിച്ചു. ഓ ഇല്ല, അവൾ ആക്രോശിച്ചു. അത് വഞ്ചനയായിരിക്കും. പക്ഷേ അന്ധനായിരിക്കുന്നത് വളരെ ഭയാനകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു കാര്യവും കാണാൻ കഴിയില്ല. ഓരോ നിമിഷവും എന്തോ ഒന്ന് അടിക്കാൻ പോകുന്നുവെന്ന് തോന്നും. ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ആശ്വാസമാണ്. Are your guides kind to you? I asked. Pretty good. Not too careful, as I shall be when it's my turn. Those that have been blind already are the best. It's terrible not to see. I wish you would try. Would you like me to lead you anywhere? I asked. നിങ്ങളുടെ ഗൈഡുകൾ നിങ്ങളോട് ദയ കാണിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. ഒരു വിധം കൊള്ളാം. എൻ്റെ അവസരം വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് പോലെ വളരെ ശ്രദ്ധാലുവല്ല. ഇതിനകം അന്ധരായവർ ഏറ്റവും മികച്ചവരാണ്.
ഒന്നും കാണാത്ത അവസ്ഥ ഭയങ്കരമാണ്. നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവൾ പറഞ്ഞു. ഞാൻ നിങ്ങളെ എവിടെയെങ്കിലും നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. Oh yes, she said. Let's go for a little walk. Only you must tell me about things. I shall be so glad when today's over. The other bad days can't be half as bad as this. Having a leg tied up and hopping about on a crutch is almost fun, I guess. Having an arm tied up is a little more troublesome because you have to get your foot cut up for you and so on, but it doesn't really matter. And as for being deaf for a day, I shan't mind that, at least no much. But being blind is so frightening. My head aches all the time, just from avoiding things that probably aren't there. Oh yes, അവൾ പറഞ്ഞു. നമുക്ക് കുറച്ച് സമയം നടക്കാൻ പോവാം. നിങ്ങൾ മാത്രമാണ് എന്നോട് കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെയാവുമ്പോൾ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കും. മറ്റ് മോശം ദിവസങ്ങൾ ഇതുപോലെ പകുതി മോശമാകാൻ കഴിയില്ല. ഒരു കാൽ കെട്ടിയിട്ട് ഒരു താങ്ങുപടിയിൽ ചാടുന്നത് ഏറെ രസകരമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. കൈകൾ കെട്ടി ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഡെഫായ ദിവസം എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ ബ്ലൈൻഡ് ആവുന്നത് ഭയങ്കര അവസ്ഥയാണ്. തലവേദനയും ഉണ്ടാവും, അവൾ പറഞ്ഞു. Where are we now? In the playground, I said, going towards the house. Miss Beam is walking up and down the terrace with a tall girl. നമ്മളിപ്പോൾ എവിടെയാണ്? കളിസ്ഥലത്താണെന്ന് പറയുന്നു. വീടിന് നേരെ പോവുകയാണ്. മിസ് ബീം ഒരു ഉയരമുള്ള പെൺകുട്ടിയുമായി ടെറസിന്റെ മുകളിലേക്കും താഴേക്കും നടക്കുന്നു. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ? മൈ കമ്പാനിയൻ ആസ്ക്ഡ്. ആ പെൺകുട്ടി ചോദിക്കുന്നു, എന്താണ് അവൾ ധരിച്ചിരിക്കുന്നത്? ഗോട്ട് ഓൺ എന്നാൽ ധരിക്കുക ആണ് ഇവിടെ. എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. ഒരു ബ്ലൂ സ്കേർട്ടും ഒരു പിങ്ക് ബ്ലൗസും. ഐ തിങ്ക് ഇറ്റ്സ് മിലി, ഷീ സെഡ്. വാട്ട് കളർ ഈസ് ഹെർ ഹെയർ? വെരി ലൈറ്റ്, ഐ സെഡ്. അപ്പോൾ പെൺകുട്ടി പറയുന്നു, അത് മിലിയാണ്. അവളുടെ ഹെയറിൻ്റെ കളർ എന്താണെന്ന് ചോദിക്കുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറാണെന്ന് പറയുന്നു. യെസ്, ദാറ്റ്സ് മിലി. ഷീ ഈസ് ദ ഹെഡ് ഗേൾ. ഷീ ഈസ് വെരി ഡീസൻറ്റ്. അപ്പോൾ പറയുന്നു, അതെ, അത് മിലി തന്നെയാണ്. മിലി ഇവിടുത്തെ ഹെഡ് ഗേൾ ആണ്. കൂടാതെ വളരെ നല്ല കുട്ടിയാണെന്നും പറയുന്നു. ദർ ഇസ് എൻ ഓൾഡ് മാൻ ടൈങ് അപ്പ് റോസസ്, ഐ സെഡ്. ഇവിടെ ഒരു വയസ്സായ മനുഷ്യൻ റോസസ് കെട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. യെസ്, ദാറ്റ് ഇസ് പീറ്റർ. ഹീസ് ദ ഗാർഡനർ. ഹിസ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ആ കുട്ടി പറയുന്നു, അതെ, അത് പീറ്ററാണ്. അത് ഇവിടുത്തെ ഗാർഡനറാണ്. അദ്ദേഹത്തിന് 100 വയസ്സുണ്ട്. ആൻഡ് ഹിയർ കംസ് എ ഡാർക്ക് ഗേൾ ഇൻ റെഡ് ഓൺ ക്രച്ചസ്. യെസ്, ഷീ സെഡ്, ദാറ്റ്സ് ബെറിൽ. ഇവിടെ റെഡ് ഡ്രസ് ധരിച്ചിട്ടുള്ള ഒരു ഡാർക്ക് ഗേൾ ക്രച്ചസ് അഥവാ ഊന്നുവടിയിൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അതെ, അത് ബെറിലാണെന്ന് പെൺകുട്ടി പറയുന്നു. ആൻഡ് സോ വി വാക്ക്ഡ് ഓൺ ആൻഡ് ഇൻ ഗൈഡിങ് ദിസ് ലിറ്റിൽ ഗേൾ എബൌട്ട് I discovered that I was 10 times more thoughtful than usual. I also realized that having to describe one's surroundings to another makes them more interesting. ഇപ്പോൾ ഈ കുട്ടിയോടൊപ്പം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യമുള്ളതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ ചിന്തിക്കുന്നുവെന്ന്. മാത്രവുമല്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് സറൗണ്ടിങ്സിനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. When Miss Beam came to realize me, I was sorry to go and said so. Ah, she replied. Then there is something in my system after all. I walked back to the town murmuring incorrectly as ever the lines. Can I see another's woe and not share their sorrow too? Oh no, never can it be. Never can it be. മിസ് ബീം എന്നെ തിരികെ വിളിക്കാൻ വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് വരാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ സിസ്റ്റത്തിൽ എന്തോ ഒന്നുണ്ടെന്ന് മിസ് ബീം മറുപടി പറഞ്ഞു. ഞാൻ പതിവായി തെറ്റിച്ച് പാടിയിരുന്ന കവിത പാടിക്കൊണ്ട് പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. മറ്റൊരാളുടെ സങ്കടം എനിക്ക് കാണാൻ പറ്റുമോ? വോ മീൻസ് സാഡ്, സങ്കടം. പക്ഷെ ഒരിക്കലും അവരുടെ സങ്കടം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം ടൗണിലേക്ക് നടക്കുന്നു. ഇവിടെ വൈകല്യമുള്ള ആളുകളുടെ ഉത്കണ്ഠ കണക്കിലെടുത്തുകൊണ്ട് കഴിവുള്ള വിദ്യാർത്ഥികൾ വൈകല്യമുള്ളവരായി മാറുകയും വികലാംഗർ നേരിടുന്ന അസ്തിത്വത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പഠിക്കുകയും ചെയ്യുന്നുവെന്ന് EV ലൂക്കാസ് കാണിക്കുന്നു. സഹാനുഭൂതിയുടെ അഭാവത്താൽ സ്വയം കഴിവുള്ളവരാണെന്ന് കരുതുന്ന ചിലർ മാനസികമായി വികലാംഗരാണെന്ന വസ്തുത പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ എങ്ങനെ നിറവേറ്റണമെന്ന് സ്ഥാപനങ്ങളും പാഠ്യപദ്ധതിയും അറിയുവാനുള്ള ഒരു മാർഗമാണ് വിദ്യാഭ്യാസം എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. സഹാനുഭൂതി ഉൾപ്പെടുത്തുന്നതിന് അറിവ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. അറിവിൻ്റെ ഒരു പ്രവർത്തനം ബോധപൂർവമായ പരിശീലനത്തിലൂടെ രചയിതാക്കളെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണെന്ന് EV ലൂക്കാസ് പറഞ്ഞു വയ്ക്കുന്നു.